ഞാൻ അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓതിയ നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഓതുവോ? ചുമ്മാ പറഞ്ഞാൽ പോരാ, ഓതുവോ ഇല്ലേ? രണ്ട് പ്രതിഫലമാവുള്ളത്. ഖുർആൻ ഇനിയിപ്പോൾ ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഒരു ആയത്ത് പറഞ്ഞു തന്നാൽ. ഇപ്പോൾ സൂറത്ത് ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. അള്ളാൻ്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് പോട്ട്. നിങ്ങൾ തിരക്കുള്ളവരല്ലേ? അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളത് ഓതിയ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീയെക്കുറിച്ചും നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും അതിനകത്ത് കിടക്കുന്ന വിഭാഗത്തെ കുറിച്ചും മസ്സറയെക്കുറിച്ചും സിറാത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ, അള്ളാഹു പറയുകയാണ് താടിയുള്ളവനാണെങ്കിലും തഴമ്പുള്ളവനാണെങ്കിലും നിസ്കരിക്കുന്നവനാണെങ്കിലും പടച്ചവനെ സദഖ കൊടുക്കുന്നവനാണെങ്കിലും ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് കയ്യിൽ തസ്ബീഹും പിടിച്ചുകൊണ്ട് ദിക്ർ പറഞ്ഞു നടക്കുന്ന വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന ഉമ്മയാണെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് കേട്ടിട്ട് അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി ആരെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അക്രമി ആരെന്നറിയുമോ? കൊല ചെയ്യുന്നവനല്ല, കൊള്ളയടിക്കുന്നവനല്ല, അക്രമം പ്രവർത്തിക്കുന്നവനല്ല, ശിർക്ക് ചെയ്ത് നടക്കുന്നവനല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് അതിനെ നിസാരമായി കാണുന്ന മനുഷ്യ, നീയാണടാ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. നീയാടാ ഏറ്റവും വലിയ നന്ദി കെട്ടവൻ, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ സ്ഥാനം എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ പവിത്രത എന്താണ് നമ്മൾക്ക് നിസാരമാണല്ലോ. നമ്മളിൽ പലരും പരിഗണിക്കാറില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം അറിയണമെങ്കിൽ, അതിന്റെ സ്ഥാനം അറിയണമെങ്കിൽ, അതിന്റെ ബഹുമാനം എന്തെന്നറിയണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പരിഗണിക്കാതെ വീടിന്റെ അലമാരിക്കകത്ത് കൂട്ടിക്കിട്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പള്ളിയുടെ ഏതെങ്കിലും ഒരു സെൽഫിനകത്ത് പൊടിയടിച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവതത്തിന്റെ മുകൾ തട്ടിലാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ റബ്ബേ, പേടിച്ചു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് അള്ളാന്റെ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവര്, എടാ നിനക്കാണത് തിരിയാത്തത്. മുസ്ലിം എന്ന് പറഞ്ഞു നിനക്കാ, മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്ന നിനക്കാണത് തിരിയാത്തത്. അബൂജഹലിന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം അറിയാം, അബൂ സുഫിയാൻ അറിയാമായിരുന്നു. പടച്ചവനെ, ഒരുപാട് പേർക്ക് അല്ലാഹുവേ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അബൂജഹലുണ്ടല്ലോ, ഉത്തുബത്തുണ്ടല്ലോ, സൈബത്തുണ്ടല്ലോ, ഇവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഈ ദീനിനെതിരെ പ്രവർത്തിച്ചവരാണ്. പക്ഷേ ഇവർക്ക് പോലും അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഖുർആൻ എവിടെന്ന് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ അവർക്ക് പോലും വല്ലാത്ത ഇഷ്ടമായിരുന്നു. എത്രയെത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം. നമുക്കാണ് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്കത് കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസവും.
എങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. തൻ്റെ വീടിൻ്റെ അകത്തിരുന്ന് ഖുർആൻ ഓതി പ്രവാചകൻ ഖുർആൻ ഓതൽ നിർത്തിയപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗത്ത് നിന്ന് അബൂജഹലും മുത്തുബത്തും ഷൈബത്തും 3 പേര് ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ ചോദിച്ചു, എവിടെ വന്നതാ? അത് ഈ മുഹമ്മദ് ഈ ഓതുന്നത് കേൾക്കാൻ വന്നതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ തന്നെ ചോദിച്ചു, നമ്മളല്ലേ നാട്ടുകാരോട് ഇത് കേൾക്കരുതെന്ന് പറയണത്? നമ്മൾ പകല് ജനങ്ങളോട് പറയുന്നു ഇത് കേൾക്കരുത്, പക്ഷെ നമ്മൾ രാത്രിയിൽ ഇത് വന്നിരുന്ന് കേൾക്കണം. അപ്പോൾ ഇത് ശരിയല്ല, ഇനി മേലാ ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും പിരിഞ്ഞു. പിറ്റേ ദിവസവും രാത്രി വന്നു. നമ്മൾ ചരിത്രം പഠിക്കുക. അപ്പോൾ അവർ പോലും ഖുർആൻ കേൾക്കുന്നുണ്ട്. അവർ പോലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ സ്ഥാനവും മഹത്വവും പവിത്രതയും മനസ്സിലാക്കുന്നു. നമ്മളത് വളരെ നിസ്സാരമായിട്ട് ഉസ്താദന്മാർക്ക് പിരിക്കാനും മരണ വീട്ടിൽ ഓതാനും നിസ്കരിക്കുമ്പോൾ ഓതാനുമുള്ള ഒരു സാധനമായി ഖുർആൻ മാറി. നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയെത്രയോ മോശമായി ജീവിതം നയിച്ചവരെ നന്നാക്കിയത് ഖുർആനാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവഗണിച്ചാൽ അവനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി അവനെക്കാളും വലിയ അക്രമിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ കേട്ടിട്ട് അവഗണിക്കുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ചോദിക്കുമല്ലോ, എന്താണ് ഇവൻ നന്നാകാത്തത്? എന്താ ഇവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാത്തത്? എത്ര ഉപദേശിച്ചിട്ടും ഇവൻ നന്നാകുന്നില്ലല്ലോ. മരണം പറഞ്ഞിട്ടും ഖബർ പറഞ്ഞിട്ടും നരകം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവന്റെ ഹൃദയത്തിന്റെ അകത്ത് ദീനിറങ്ങാത്തത്? ഇവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്ത് കിടക്കാത്തത് എന്തുകൊണ്ടാണ്? പടച്ചവനെ തല്ലിയിട്ടും എത്രയൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകാത്തവരെ കാണുമല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ സഹോദരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലം യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാബോധികെട്ടവിടെന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് അതിനെ ചിന്തിക്കാതെ, അതിനെ ഉൾക്കൊള്ളാതെ, അതിനെ നിസാരമായി തള്ളിക്കളഞ്ഞിട്ട് നടക്കുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്ത് ഇറങ്ങുകയില്ല. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് എത്ര പറഞ്ഞാലും ഇറങ്ങുകയില്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വഇൻ തദൂഹും ഇലൽ ഹുദാ ഫഇൻ തദൂഹും ഇലൽ ഹുദാ. അതാ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ കലാം അവിടെന്ന് പറയുന്ന ഫലം യഹ്തദൂ ഇദൻ അബദാ. പടച്ചവനെ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് എത്ര വലിയ ഉപദേശവും ഇറങ്ങുകയില്ല. ഇനി മരണമല്ല, ഖബറല്ല, നരകമല്ല, പരലോകമല്ല, എന്തിനെ കുറിച്ച് പറഞ്ഞു തന്നാലും പിന്നെ നിന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, ഫലമ്മാ സൗഅസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ചെവിയങ്ങ് അടച്ചു വെക്കുകയാണ്. നിന്റെ ചെവിയങ്ങ് അടയ്ക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുകയാണ്. പിന്നെ എത്ര വലിയ ഉപദേശം നൽകിയാലും നിന്റെ ജീവിതത്തിൽ എവിടെന്ന് നന്നാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പടച്ചവനെ, പ്രായം ചെന്ന വാപ്പമാര് പോലും അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരത്താണ് കിടക്കുന്നത്. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്വലാ
ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ചിട്ട് നമസ്കരിക്കാൻ പോകുന്നില്ലല്ലോ. ആരൊക്കെ ഉപദേശിച്ചാലും അവൻ നന്നാകുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയനോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട്, വ്യഭിചരിക്കുന്നവനോട് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട്, പലിശ വാങ്ങുന്നവനോട് വാങ്ങരുതെന്ന് പറഞ്ഞിട്ട്, അതിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങാത്തതെന്താ? പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും പോലും ആ മാസത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുമ്പോ, ആ മാസത്തിൽ പോലും പരസ്യമായിട്ട് കടയിലും റോഡിലും നിന്ന് ബീഡി വലിക്കുന്ന മുസ്ലിമിനെ കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന്, ഈ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് അതാ അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവരുമല്ലോ. എന്നിട്ട് എല്ലാവരും ഉപദേശിക്കുകയാണ്. നാട്ടുകാർ ഉപദേശിക്കുന്നു, മാതാപിതാക്കൾ ഉപദേശിക്കുന്നു, കുടുംബക്കാര് ഉപദേശിക്കുന്നു, അവസാന പള്ളിയിലെ ഉസ്താദന്മാര് കമ്മിറ്റിക്കാരും എല്ലാരും ഉപദേശിക്കുന്നു. എന്നിട്ടും ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇറങ്ങുന്നില്ലല്ലോ. എന്റെ പൊന്നുമകൾക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന ഉമ്മ, അല്ലാഹു സീല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാഹു ചെവിയടച്ചു കഴിഞ്ഞാൽ, നീ കിടന്ന് ഖുർആനിന്റെ ആയത്തും മരണവും നരകവും പറയുന്നത് നിന്റെ പൊന്നുമകളെ കേട്ടാലല്ലേ അവരുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നിന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു നിന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പടച്ചവരെ പിന്നെ രക്ഷയില്ലല്ലോ. അതുകൊണ്ടാണ് പടച്ചവനെ ഇന്ന് ഈ സമുദായം കാണുന്നത്. എന്തൊക്കെ പേകൂത്തുകളാണ് നമ്മുടെ ഉമ്മത്തിന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ നാണക്കേട് തോന്നുന്ന രീതിയിൽ എത്ര പ്രസംഗിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു മാറ്റമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പിന്നെ വാസി കൂടുകയാണ്. ആർഭാട വിവാഹങ്ങള്, എന്തൊക്കെ അനാചാരങ്ങള്, പടച്ചവനെ എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളാണ് ഈ സമുദായം ചെയ്യുന്നത്. പെണ്ണിനോട് ഫർദ് ധരിക്കണം, നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, നീ ഔറത്ത് മറക്കണം എന്ന് പറഞ്ഞവനെ കളിയാക്കുന്ന കാലഘട്ടമാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമായി കാണുന്ന മനുഷ്യ, പിന്നെ നിനക്ക് ഹിദായത്ത് ഉണ്ടാകില്ല. നിന്റെ ഹൃദയം അല്ലാഹു അങ്ങടയ്ക്കുകയാണ്, നിന്റെ ഹൃദയം അല്ലാഹു സീല് വെക്കുകയാണ്. പടച്ചവരെ, എന്തുകൊണ്ടാ സഹോദരാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നമുക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ? മരണവും ഖബറുമെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് പടച്ചവനെ അതാ നരകത്തിന്റെ തട്ടുകളും നരകത്തിന്റെ ശിക്ഷകളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും വേറെ ഒരു മതസ്ഥരും ഇതുപോലെ പറഞ്ഞു കൊടുക്കാറില്ല? ഈ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് മാത്രമാണ് ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഏറ്റവും വലിയ മോശമായ പ്രവർത്തനം നടത്തുന്നത് ഈ സമുദായം തന്നെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഉൾക്കൊള്ളാൻ തയ്യാറാകൂ. എത്രയോ മോശമായ ആൾക്കാർ, പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമർ തങ്ങളെ കുറിച്ച് അയൽവാസി പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുസ്ലിമായെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഉമറിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുണ്ടല്ലോ, ആ അധ്യായം കേട്ടപ്പോഴാണ് പടച്ചവനെ അതാ ഉമർ തങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അതിന്റെ അർത്ഥം ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാനത് കാരണമായെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പറഞ്ഞിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലോ, നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങുന്നില്ലോ, നിനക്ക് പേടി വരുന്നില്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങൾ സീല് വെക്കുകയാ.
അല്ലാഹു നിങ്ങളുടെ ചെവിയങ്ങ് അടയ്ക്കുകയാ. പിന്നെ ഒരിക്കലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം വരൂല. പേടിക്കണം സഹോദരാ, പേടിക്കണം പെങ്ങള്. അല്ലാഹു നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം തരാതെ അടച്ചു കളഞ്ഞ ഖസ്റ ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ അവഗണിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പിന്നെ അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹു ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കൂല. മൂന്നാമതായിട്ട് എവിടെന്ന് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, കളിയും തമാശയുമായി ചിരിച്ച് കളിച്ച് ആസ്വദിച്ച് നടക്കുന്നവരുണ്ടല്ലോ. ഉസ്താദേ, ഈ ദുനിയാവിലെ ജീവിതം അടിച്ചു പൊളിക്കാറുള്ളതാണ്, ഇത് ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ശരീരവും മറച്ച് 5 നേരം നിസ്കരിച്ചു, കള്ളു കുടിക്കാതെ, പെണ്ണ് പിടിക്കാതെ, പലിശ തിന്നാതെ, അടിച്ചു പൊളിക്കാതെ ഇങ്ങനെ നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ ജീവിതം ആസ്വദിക്കാറുള്ളതാണെന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അടിച്ചു പൊളിച്ച് നടന്നോടാ, പക്ഷേ നിനക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, നിനക്ക് കഠിനമായ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ, എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ. നമ്മുടെ രാജ്യത്തതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കോ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കോ, ഇഷ്ടമുള്ളതുപോലെ സുഖിച്ച് ആസ്വദിച്ച് നടക്കാമല്ലോ. എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ. അല്ലാഹു നിന്നോട് പറയുന്നുണ്ടല്ലോ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ സാകിറാ വ ഇമ്മാ കഫൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് നിനക്ക് പ്രായപൂർത്തിയായപ്പോ, ഒരാണിനും പെണ്ണിനും പ്രായപൂർത്തിയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല. ഇന്നലെ വരെ നീ എന്തു ചെയ്താലും നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിന്റെ മാതാപിതാക്കൾക്കോ, തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ നിന്റെ മാതാപിതാക്കൾക്കോ. പക്ഷേ ഇന്ന് നീ പ്രായപൂർത്തിയായിരിക്കുകയാണ്. ഇന്നു മുതലുള്ള ജീവിതമുണ്ടല്ലോ, അല്ലാഹു പറയുന്നു, നിന്റെ മുന്നിൽ 2 വഴിയാണുള്ളത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ സാകിറാ. ഈ കാണുന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. വളരെ കഷ്ടപ്പാടാണ് മോനെ. ഈ കാണുന്ന വഴിയിലൂടെ പോകണമെങ്കിൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, സദഖ കൊടുക്കണം, അല്ലാഹു പറയുന്ന കാര്യങ്ങൾ മുഴുവനും അനുസരിച്ചു കൊണ്ട് പോകണം. ഇതിലേ പോകാൻ പ്രയാസമാണ്, പക്ഷേ ഇതിന്റെ അവസാനം സ്വർഗമാണ്, ഇതിന്റെ അവസാനം സ്വർഗമാണ്. എന്നിട്ട് പറയുന്ന ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, എങ്ങനെ ആസ്വദിച്ച് കള്ളു കുടിക്കാം, വ്യഭിചരിക്കാം, പലിശ തിന്നാം, ശരീരം മറക്കാതെ നടക്കാൻ, ന്യൂ ഇയർ ആഘോഷിക്കാം, ഓണം ആഘോഷിക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം, എങ്ങനെ വേണമെങ്കിലും നിനക്കിതിലെ നടന്നു പോകാം. പക്ഷേ ഇതിന്റെ അവസാനം നരകമാ, കഠിനമായ ശിക്ഷയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് അവഗണിക്കുന്നവര്, ജീവിതത്തിൽ നന്നാകാ മനസ്സില്ലാത്തവർ, എന്ത് സംഭവിക്കുന്നു മുസ്ലിമേ? എന്തേ നമ്മുടെ ഹൃദയം എങ്ങനെ ആയിപ്പോയത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു തരുമ്പോ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? എത്രയോ മോശമായി ജീവിതം നയിച്ചവര് നന്നായത് ഈ ഖുർആൻ കേട്ടിട്ടാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട്
എത്രയോ പേര് നന്നായല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ സ്വഹാബത്തിന്റെ കഥകൾ നമുക്കറിയാം. എത്രയോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മനുഷ്യൻ ആരെന്നറിയുമോ? കൊള്ളക്കാരുടെ നേതാവായിരുന്നു, കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ആ ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യനൊരു സ്വഭാവമുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവളെ വിടാറില്ല. അവളെ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. പടച്ചവനെ, ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുകയാണ്. പടച്ചറപ്പിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. പുറകെ നടന്ന് തന്റെ മോഹമൊക്കെ പറഞ്ഞു നോക്കി. എന്തൊക്കെ വഴി പറഞ്ഞിട്ടും ആ പെണ്ണവിടെന്ന് സമ്മതിക്കുന്നില്ല. അവസാനം ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രി ആരും കാണാതെ പെണ്ണിന്റെ വീട് ചവിട്ടി തുറക്കുകയാണ്. പെണ്ണിന്റെ വീടിനകത്തേക്ക് കടന്നു പോവുകയാണ്. വീട് ചവിട്ടി തുറന്നു, പീഡനത്തിന് വേണ്ടി കടന്നു ചെന്നു. അവസാനം ആ പെണ്ണിനെ എവിടെന്ന് കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവസാനമാ താൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെ തന്റെ പരിധിയിൽ കൊണ്ടുവന്നു. ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി അവിടെന്ന് തയ്യാറെടുക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. എന്തേ, നന്നാകാ സമയമായില്ലേ? നന്നാകാ സമയമായില്ലേ? താൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യാ തയ്യാറെടുക്കുന്ന ഫുളൈല് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ പരിശുദ്ധമായ ആയത്ത് കേട്ടപ്പോ അവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെണ്ണിന്റെ ശരീരത്തിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് കളിയാണല്ലോ, നമുക്ക് നിസാരമാണല്ലോ, നമ്മൾ ആദരിക്കുന്നില്ലല്ലോ, നമ്മൾ ബഹുമാനിക്കുന്നില്ലല്ലോ, അതിന്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു. ഏ ഉപ്പാ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നീ അവഗണിച്ച, നീ നിസാരമായി തള്ളിക്കളഞ്ഞ, അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നാലാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. നിന്നെ പടച്ച റബ്ബ് ഉപമിക്കുകയാണ്. അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്. എന്തിനോട്? ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമായി കളയുന്ന മുസ്ലിമേ, നിന്നെ അല്ലാഹു എന്തിലേക്കാണ് ഉപമിച്ചതെന്നറിയുമോ? ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ ഉൾക്കൊള്ളാത്തവര്, അതിനെ പരിഗണിക്കാത്തവര്, അതിനെ നിസാരമായി കാണുന്നവര്, അല്ലാഹു നിന്നെ ഉപമിക്കുന്നത് കഴുതയോടാണ്. മനുഷ്യ, കഴുതയോടാണ് അല്ലാഹു നിന്നെ ഉപമിക്കുന്നത്. അതാ നമ്മൾ പറയുമല്ലോ, നീ എന്തേടാ കഴുതയെ പോലെ ആയിപ്പോയത്? നിനക്ക് ബുദ്ധിയില്ലല്ലോ, എന്തേ നീ ഇങ്ങനെ ആയിപ്പോയതെന്ന് ഞാനും നിങ്ങളും ചോദിക്കുമല്ലോ. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനവഗണിക്കുന്ന മനുഷ്യ, നീ കഴുതയെ പോലെയാ. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു
അതിന്റെ മുകളിൽ എന്ത് കയറ്റി വെച്ചു കൊടുത്താലും ചുമക്കാനല്ലാതെ അതിന് വിവരമില്ലല്ലോ, അത് ഉൾക്കൊള്ളുന്നില്ലല്ലോ, അത് തയ്യാറാകുന്നില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, നാലാമതായിട്ട് അല്ലാഹു നിന്നെ ഉപമിച്ചിരിക്കുന്നത് കഴുതയോടാ. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഫൈനഅറദൂ, വന്നിരിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ഇന്ന് വരെ പേര് പോലും കേൾക്കാത്ത എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അറിവ് പോലും ഇല്ലാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നിന്നെ തേടി വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം ഇന്ന് വരെ നമുക്ക് കേട്ടറിവില്ലല്ലോ, ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പടച്ചവനെ, അല്ലാഹുവിന്റെ അദാബ് നമ്മളെ തേടി വന്നിരിക്കുകയാണ്. പടച്ചവനെ, 2 വർഷം തികയാറായല്ലോ, ഒരവസാനം കാണുന്നില്ലല്ലോ. ഓരോ തരംഗങ്ങൾ, ഒരു തരംഗം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ തരംഗം വരെ വന്നെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പത്രങ്ങളും വാർത്തകളും പറഞ്ഞു തരുമ്പോ അവസാനമില്ലാതെ പടച്ചറപ്പിന്റെ അദാബുകൾ കടന്നു വരികയാണ്. രോഗമില്ലാത്ത, മരുന്നുകളില്ലാത്ത രോഗമാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ്? ഉരുൾപൊട്ടലുണ്ടാകുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, കൊടുങ്കാറ്റടിക്കുന്നു. പടച്ചവനെ, ഒന്നിനും ഒരു അവസാനമില്ലാതെ അല്ലാഹുവിന്റെ അദാബുകൾ നമ്മളെ തേടി വരികയാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിച്ചതിനുള്ള ശിക്ഷയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് കാണാത്തവരുണ്ടല്ലോ, കേൾക്കാത്തവരുണ്ടല്ലോ, ചിന്തിക്കാത്തവരുണ്ടല്ലോ, ഉൾക്കൊള്ളാത്തവരുണ്ടല്ലോ. നീ സൂക്ഷിക്കണം, അല്ലാഹു കാക്കുമാറാകട്ടെ. അതിലെ ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മസ്ജിദ്, അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. അള്ളാഹുവിൻ്റെ പള്ളികൾ, ആ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ നമ്മൾ കരയുന്നത് പോലെ പള്ളി കരയും. പള്ളി കരയാൻ തുടങ്ങിയാൽ പിന്നെ ആ നാട് നശിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. 1.5 കൊല്ലമായി പള്ളി കരയാൻ തുടങ്ങിയിട്ട്, ഇല്ലേ? കൊറോണ വന്നതിന് ശേഷം ഇപ്പം അങ്ങോട്ട് നമ്മൾ പോക്ക് തന്നെ ഇല്ല. പള്ളിയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ലല്ലോ. സാമൂഹിക അകലം ഉണ്ടെങ്കിൽ ഇന്ന് പള്ളിക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൊറോണ പള്ളിക്കകത്താണ് ജീവിക്കുന്നത്. ആ കൊറോണയെ നമ്മൾ പേടിക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ മനുഷ്യന്മാരെ? എന്തുവായിരുന്നില്ലേ ഉസ്താദന്മാരെ? കൊറോണ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, ഇനി പള്ളിയിൽ നിസ്കാരമില്ല. പള്ളിയിലെ ഉസ്താദന്മാർ മാത്രം നിസ്കരിച്ചാൽ മതി. എന്തൊരു കരച്ചിൽ! ബാങ്ക് വിളിക്കുമ്പോൾ വരെ കരയായിരുന്നു. ഇല്ലേ, ബാങ്ക് വിളിക്കണ സമയത്ത് വരെ കരയുന്ന വീഡിയോ. ഒളിച്ചും പാത്തും ഒക്കെ ജുമാ നിസ്കരിച്ച് പോലീസ് വന്ന് പൊക്കി. ഒളിച്ചും പാത്തും നിസ്കരിച്ചു. പിന്നെ കേസെടുത്തു എത്രയോ പള്ളികൾ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു 40 പേർക്ക് നിസ്കരിക്കാം. എവിടെ? ഇപ്പൊ പള്ളിയിൽ ആളുണ്ടോ? ഇല്ല. നമുക്ക് പേടിയായി. ഇതാ മനുഷ്യന്റെ അവസ്ഥ. എടാ, അള്ളാടെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞാ പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, ഖുർആൻ കരയും. നിന്റെ വീടിൻ്റെ അകത്ത് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഖുർആൻ. ആരാപ്പ എടുത്ത് ഓതണത്? നമ്മുടെ വീടിൻ്റെ അകത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്ന് അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആരാപ്പ അത് എടുത്ത് തുറന്നു നോക്കാം? ചെലന്തി വല അടച്ചിരിക്കുന്ന ഖുർആനില്ലേ ചില വീടുകളിൽ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് തുറന്നു നോക്കാതെ ഓതാതെ വരുമ്പോൾ അതവിടെ ഇരുന്ന് കരയും. ആ കണ്ണുനീരാ നിന്റെ വീടിൻ്റെ സർവ്വതും തകർത്ത് കളഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് ശപിക്കുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാണ്.
എന്തുകൊണ്ട് നിനക്കൊന്ന് തുറക്കാൻ, എന്തുകൊണ്ട് നിനക്കൊന്ന് തുറക്കാൻ? ഈ സദസ്സിലിരിക്കുന്ന പലരും ഖുർആൻ ഓതുന്നവരാണ്, പക്ഷേ ഖുർആൻ നോക്കി നമ്മൾ ഓതാറില്ല. അധികം പേരും മൊബൈൽ എടുത്ത് വെച്ച് ഓതുന്നവരാണ്. മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതുന്നവർ, കാണാതെ ഖുർആൻ ഓതുന്നവർ. എന്തേ മനുഷ്യ നിനക്ക് ബുദ്ധിയില്ലാതെ പോയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലിയുണ്ട്. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. ഉസ്താദേ, എന്റെ കണ്ണിന് രോഗമാണെന്ന് പറയുന്നവര് ഈ 5 കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച കുറയൂല. നിനക്ക് ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും കൂടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ അർശിന്റെ നേരെ താഴഭാഗത്ത്, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പണിതിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച ആ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ നെഞ്ചു ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന സമയം അത്രയും ഇബാദത്തിന്റെ കൂലിയാ, ഇബാദത്തിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നോട്ടം വെറുതെയാകില്ല, ആ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെറുതെയാകില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ വാപ്പാ, അത് കണ്ടുകൊണ്ടിരിക്കണം, അത് നോക്കിക്കൊണ്ടിരിക്കണം. ഓതാൻ അറിയില്ലെങ്കിലും നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിനക്കൊന്ന് നോക്കിക്കൂടെ, നിനക്കൊന്ന് നോക്കിക്കൂടെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. പടച്ചവനെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാണ്, 2 അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഉമ്മയുടെ മുഖത്ത് നോക്കണേ, ഉമ്മയുടെ മുഖത്ത് നോക്കണേ, ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കണേ. ആ നോട്ടം വെറുതെയാകില്ല. നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്ക്, ആ നോട്ടം വെറുതെയാകില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്ക്, നിനക്ക് ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. 3 ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുക, ഇബാദത്തിൻ്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാപ്പ ഉമ്മയുടെ മുഖത്ത് നോക്കുക? പ്രായം ചെന്ന് മുടിയൊക്കെ നരച്ച ഇനി ആ ഉമ്മമായെ നോക്കിയിരുന്നിട്ട് എന്ത് കിട്ടാനാ? നമ്മളാരും ഉമ്മയുടെ മുഖത്ത് നോക്കാറില്ല, കാരണം നമുക്ക് സമയമില്ല, നമ്മൾ വലിയ തിരക്കുള്ളവരാ, നമുക്കതിനൊന്നും സമയമില്ലല്ലോ. എവിടെയോ രോഗം പിടിച്ച് കിടക്കുന്നുണ്ട്. അല്ലാഹു ആലം, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മാനെ നോക്കാൻ പോയിട്ട് തിന്നാൻ കൊടുക്കണില്ലല്ലോ, പിന്നല്ലേ നോക്കണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഉമ്മയെ നോക്കണം, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കണം, ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം. എവിടെ അപ്പോൾ ഉമ്മ കൊടുക്കേണ്ട? ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കേണ്ടത്? ഉസ്താദ്, പെണ്ണുമ്പിള്ളയ്ക്ക് കൊടുക്കേണ്ട എവിടെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. എടാ, ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടെയാ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ. ഈ അടുത്ത കാലത്തെങ്ങാണ് ഉമ്മായിക്കും ഒരു ഉമ്മ കൊടുത്ത മക്കളൊന്ന്
സ്വന്തം ഉമ്മായിക്കൊരു ഉമ്മ കൊടുക്കാൻ നമുക്കൊണ്ട് കഴിയണില്ല. നമുക്ക് സമയമില്ല, തിരക്ക് ഇല്ലേ? മക്കൾക്ക് കൊടുക്കാൻ സമയമുണ്ടല്ലേ? ഭാര്യയ്ക്ക് കൊടുക്കാൻ സമയമുണ്ട്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്നോ പ്രസവിച്ച ആ ഉമ്മയുടെ കാലിനടിയിലെ മനുഷ്യ സ്വർഗം കിടക്കണേ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ചില മക്കളുണ്ട്, എവിടെ പോയാലും ഉമ്മാനോട് പറയും. ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്ത് കൊണ്ടുവരണം ഉമ്മ? ഒന്നും വേണ്ട മോനെ. ഇല്ല ഉമ്മ, എന്ത് വേണം? എന്നാൽ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. സ്വർഗത്തിലെ നീ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നവരെന്തിനാ ഉമ്മ കാത്തിരിക്കണേ? ഉമ്മ ഒന്ന് കാല് പൊക്കാൻ പറഞ്ഞു. തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ഉമ്മയുടെ കാല് പൊക്കാൻ പറഞ്ഞു. പൊക്കി കാലിൽ ചുംബിച്ചു. ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മായുടെ മുഖത്ത് നോക്കാൻ സമയമില്ല. ഉമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുക. ഉമ്മാടെ നെറ്റിത്തടത്തിലാണ് ഉമ്മ കൊടുക്കണ്ടേ. ഉമ്മാടെ 2 കണ്ണുകൾക്കിടയിൽ ചുംബനം കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് പോയി കൊടുത്തു നോക്കുക, അപ്പം അറിയാം അതിൻ്റെ സുഖം എന്താണ്. ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ഉമ്മായിക്കോ വാപ്പായിക്കോ ഒത്തിരി ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്, നീ നിന്നെക്കുറിച്ച് ചിന്തിക്കും മനുഷ്യ. സ്വന്തം പെറ്റ തള്ളയ്ക്ക് എത്ര വട്ടം എനിക്ക് നിങ്ങൾക്കും വാരി തന്നിട്ടുണ്ട് നമ്മുടെ ഉമ്മമാർ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ടെന്നറിയോ? എന്ത് പ്രതിഫലം എന്നറിയോ? എന്ത് പ്രതിഫലം എന്നറിയോ? നിനക്കതറിയില്ല. എടാ, ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി പടച്ചവനെ സ്വർഗത്തിനകത്തിരിക്കുക. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനാണ്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലെ ഭക്ഷണമാണ് കഴിക്കണത്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ, വേറെ ആരുമില്ല. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് മലക്കുകൾ പോലും പറഞ്ഞു ആ സ്വഹാബിയുടെ പേര്. ആ സഹാബിയുടെ പേര് പോലും മലക്കുകൾക്കറിയാം, അത്രയും പരിചയം. അള്ളാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം വാരിക്കൊടുക്കുമെന്ന് നബിഗിന റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഭക്ഷണം ആ സഹാബിക്ക് നാളെ വാരിക്കൊടുക്കുമെന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഇന്നലെ ഞാൻ സ്വർഗത്തിൽ വെച്ച് ഹാരിസത്ത് ബിൻ നുഅ്മാനിനെ കണ്ടു. എത്ര വലിയ പ്രതിഫലം എന്നറിയോ? സ്വർഗത്തിലെ അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന സഹാബിയ. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്ത് ചെയ്തത് കൊണ്ടാണ് ഈ സഹാബിക്ക് ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയേ? നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണം വാരി തരണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു, കദാക്കൽ ബിർറു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മകനായിരുന്നു. ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയ്ക്ക് എപ്പോഴും ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും. ആ ഭക്ഷണം വാരി കൊടുത്തതിന് അള്ള കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിൽ അള്ള നമുക്ക് ഭക്ഷണം തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആർക്ക് ഭക്ഷണം വാരി കൊടുത്ത? ആർക്ക് വാരി കൊടുത്ത? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, കേൾക്കട്ടെ. ആർക്ക് വാരി കൊടുത്ത? ഉമ്മ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. ഞാൻ വിചാരിച്ച് കൈവക്കാതെ വന്നപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. സത്യം ഞാൻ പറയാം, നിങ്ങളുടെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് നിങ്ങൾ ഉമ്മ കൊടുക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചു. എടാ മനുഷ്യ, അല്ലാഹു അഅലം, നീ നിന്റെ ഈ കൊടും പാപം മാറണമെങ്കിൽ ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഉമ്മാടെ റൂമിൽ പോകണം. ഉമ്മച്ചിയുടെ റൂമിൽ പോയിട്ട് ആ രോഗം പിടിച്ച് തൊലിയൊക്കെ ചുളുങ്ങിക്കിടക്കണം ഉമ്മാടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കണം ഉമ്മായെ. ഉമ്മാടെ കവിളിത്തടത്തിലൊരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഉമ്മാടെ അടുക്ക പോയി ചോദിക്കണം, ഞാൻ ഇത്തിരി വാരി തരട്ടെ ഉമ്മ. എന്നിട്ട് നീ ഇത്തിരി ഭക്ഷണം ഒന്ന് വാരി നീണ്ട് ഉമ്മാടെ വായിൽ വെച്ചുകൊണ്ട് കണ്ണ് നിറയും മനുഷ്യ. അള്ളാഹു നമ്മുടെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയുടെ മുഖത്ത് നോക്ക്, ഇബാദത്തിൻ്റെ കൂലിയ. മറ്റൊരു ഹദീസിൽ കാണാം 2 കാര്യങ്ങൾ. സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിൽ നോക്കണമെന്ന്. സംസം വെള്ളം ചുമ്മാ എടുത്ത് കുടിച്ചാൽ പോരാ, കുടിക്കുന്നതിന് മുമ്പ് അതിനകത്തൊന്ന് നോക്കണം. ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5ാമത്തെ കാര്യം, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല്.
ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല്. ഉസ്താദന്മാരെന്ന് ഞാൻ പറയണില്ല, ആലിമീങ്ങൾ, പണ്ഡിതന്മാരൊക്കെ നിങ്ങൾക്ക് കത്തിപ്പറ്റ ഉസ്താദൊക്കെ ഇവിടെ അടുത്തുള്ളവരല്ലേ. അങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കളായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ മതി ഇല്ലേ. എന്തൊരു ഇന്നും ഷംസുലുലമയുടെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കുളിർമ തോന്നുക, ഇതെന്താ അല്ലാന്ന് ഇല്ലേ. പടച്ചവനവരുടെയൊക്കെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ്. ആലിമീങ്ങളുടെ മുഖത്ത് നിങ്ങൾ നോക്ക്, ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതണം. കണ്ടോത്. ഈ അടുത്ത് ഞാനൊരു കടയിൽ പോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു യാസീൻ ഓത് കടയ്ക്കകത്ത് കയറുമ്പോൾ. എല്ലാ ദിവസവും നീ കടയ്ക്കകത്ത് കയറുമ്പോൾ ഒരു യാസീൻ ഓതണം. ഞാൻ ഓതുന്നുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ച ആരും ഓതുന്നുണ്ട്? മൊബൈൽ ഓതുന്നുണ്ട്, ഓണാക്കി വെച്ചിരിക്കുക. അങ്ങനല്ല, ഇവിടെ മൊബൈലിൽ നോക്കിയല്ല ഖുർആൻ ഓതേണ്ടത്. അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആൻ കണ്ണുകൊണ്ട് നോക്കി ഓത്. എടാ, കാണാതെ ഓതിയ ഒരു പ്രതിഫലം, ഇരിക്കണ ഹാഫിളിങ്ങൾ പഠിക്കണ മക്കൾ കാണാതെ ഓതിയ ഒരു പ്രതിഫലം, പക്ഷെ കണ്ടോതിയ 2 പ്രതിഫലം. 1 ഖുർആൻ ഓതിയ പ്രതിഫലം, 2 നോക്കി ഓതിയ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ മഗ്രിബ് കഴിഞ്ഞാൽ ഖുർആൻ ഓതല. മഗ്രിബ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വീടിനകത്തിരുന്ന് ഖുർആൻ ഓതും. ഇപ്പോഴുണ്ടോ? പണ്ട് മഗ്രിബ് നിസ്കാരം റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് യാസീൻ ഓതും, വാഖിയ ഓതും, സജദ ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും ഇല്ലേ. എന്തെല്ലാം സൂറത്തുകൾ മഗ്രിബ് കഴിഞ്ഞ് പാരായണം ചെയ്യുന്നത് കേട്ടു വളർന്നവരാ നമ്മൾ. പക്ഷെ ഇന്ന് നമുക്ക് ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ ഓതുന്നില്ല, പഠിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇന്ന് വരെ ചെയ്തത് മുഴുവനും അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. ഞാൻ അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓതിയ, നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഓതുവോ? ചുമ്മാ പറഞ്ഞാൽ പോരാ, ഓതുവോ ഇല്ലേ? 2 പ്രതിഫലമാവുള്ളത്. ഖുർആൻ ഇനിയിപ്പോൾ ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഒരു ആയത്ത് പറഞ്ഞു തന്നാൽ. ഇപ്പോൾ സൂറത്ത് ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. അള്ളാൻ്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് പോട്ട്. നിങ്ങൾ തിരക്കുള്ളവരല്ലേ? അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളത് ഓതിയ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഓതിയാൽ മതി, സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഒന്ന് കൈപൊക്കിക്കുക. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ പൊക്കിക്കുക. ഞാൻ ദുആ ചെയ്യാൻ പോവാ. അള്ളാഹുവേ, നിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ ഈ കൈപൊക്കിയോ ഇവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം ഈ കൈപൊക്കിയതിൻ്റെ പ്രതിഫലമായ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവേ, മരിക്കുന്ന കാലം വരെ ഈ ഉയർത്തിയ കൈ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവേ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈകൊണ്ട് വാങ്ങാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. കൈ പൊക്കാത്തവന് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറ. കാരണം അവനറിയ, ഇത് പറഞ്ഞിട്ട് പോലും ഒരായത്ത് ഓതട. സൂറത്തൊന്നും ഞാൻ പറഞ്ഞില്ല. ഖുർആനിലെ ഒരായത്ത് ഓതിയ നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് പോലും ഓതാൻ മനസ്സില്ലാത്തവൻ, ഓനെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ? അവനെക്കുറിച്ചൊരു പ്രതിഫലം പറയട്ടെ. ഓനൊരു പ്രതിഫലമേ ഉള്ളൂ. ഓൻ മരിക്കാൻ കിടക്കുക. അവൻ ഈ ദുനിയാവിൽ എവിടെയെങ്കിലും കിടന്ന് മരിക്കാൻ കിടക്കുമ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലൊക്കെ വന്ന് പറയും, വീട്ടുകാരോ ഉസ്താദന്മാരോ കുടുംബക്കാരോ ആരെങ്കിലും ആകട്ടെ, എടാ നീ ഈ ദുനിയാവിൽ എവിടെ കിടന്നു മരിച്ചാലും നിനക്ക് ആര് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങൂല. നിന്റെ മരണം വഴി അള്ള പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം,
നീ ചാകുമ്പോൾ ഇത് പറഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഉസ്താമാരിക്കുന്നുണ്ട്, അർത്ഥം ചോദിച്ചാൽ മതി. അള്ളാഹു പറയുകയാ, ഇത് പറഞ്ഞിട്ട് പോലും നിനക്ക് നന്നാകാൻ നിന്റെ മനസ്സില്ലല്ലോ, അഹങ്കാരം ഉണ്ടല്ലോ. ഇത്രയും നേരം ഞാൻ ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരായത്തോതിയ സ്വർഗത്തിൽ പോകുമ്പോടാ ഒരു ഇൻഷാ അല്ലാ പറ. അതിനു പോലും മനസ്സില്ലെങ്കിൽ നീ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുന്നവരോട് നീ തന്നെ പറയും, അന്നഹും കാനൂ കാഫിരീൻ, ഞാൻ കാഫിറായിട്ടാ ചാകുന്നതെന്ന് നീ പറഞ്ഞിട്ടേ മരിക്കൂ. അള്ളാഹു കാക്കുമാറാകട്ടെ.